കൈത്താങ്ങ്, കരുതൽ. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സർക്കാർ നൽകുന്ന പെൻഷനെ മറ്റെങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? സർക്കാരിന്റെ ഈ കരുതലിനെ കൈക്കൂലി എന്നൊക്കെ പ്രതിപക്ഷം പറയുമ്പോൾ അത് വാങ്ങുന്നവർക്ക് എത്രമാത്രം വിഷമമുണ്ടാകുമല്ലേ? പ്രത്യേകിച്ചും എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള മുതിർന്നവർക്ക്. അല്ല, ഈ പെൻഷൻ വാങ്ങണവരൊക്കെ കൈക്കൂലിക്കാരെന്നാണ് കോൺഗ്രസ്സുകാരൊക്കെ പറയണത്. കേൾക്കുമ്പോ നമ്മളിപ്പോ മൊബൈലിൽ കാണുന്നുണ്ട്, ടിവിയിൽ കാണിക്കുന്നുണ്ട്, അതൊക്കെ വെറുതെ അവർ പറയുന്നതല്ലേ, അതിന്റെ ആവശ്യമേ ഇല്ല. കൈക്കൂലി ഇത് പ്രായമായ ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്ന മരുന്ന് മേടിക്കാനായിട്ടും അതിന് ഇതെല്ലാം ഉപകാരമുള്ള ഒരു ഇതാണ്. അതുമായി കൈക്കൂലിയാണ്. എലക്ഷൻ വന്നപ്പോൾ ഞാനല്ല അതിന് മുന്നിലും കൊടുത്തുകൊണ്ടിരുന്നാണല്ലോ, അപ്പൊ കൈക്കൂലിയായിരുന്നു അത്. ഇപ്പൊ ഈ എലക്ഷൻ നിലമ്പൂർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ജില്ലയിലും ഇല്ല. അപ്പൊ കൈക്കൂലിയാണോ ഇത്? അത് പറഞ്ഞു നടക്കുന്ന മോശമായ പരിപാടിയല്ലേ. LDFകാർ വന്നു കഴിഞ്ഞപ്പോൾ ഈ പെൻഷൻ പൈസ 1600 രൂപ മാസം കൊടുക്കുന്നു. മാസം ഇപ്പൊ ഇനി 2 മാസം പെൻഡിങ്ങേ ഉള്ളൂ. 4-5 മാസം പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ കണക്ക് തീർത്ത് ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നിച്ചു തന്നു. കോൺഗ്രസ്സുകാരുണ്ടായപ്പോ പുരുഷയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിണറായി വിജയൻ സർക്കാർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നിരിക്കും. വിശ്വാസമാണ്. പിണറായി നല്ല വിശ്വാസം. ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് LDF പറഞ്ഞാലേ ഉപകാരമുള്ളൂ. ഞങ്ങൾക്ക് നല്ലൊരു ഉപകാരം ഞങ്ങൾ വയ്യാതായപ്പോ ഞങ്ങൾക്ക് ചെയ്തു. ആൾക്കാരാണെങ്കിൽ LDFകാർ വന്നിട്ട് നല്ല വാടകയ്ക്കാണ്, വാടക കൊടുക്കാനും ചേട്ടനെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ സഹായിച്ചു. ഇപ്പൊ ഈ LDFകാർ തന്നെയാണ്